ഇത് നമ്മുടെ ജാതിത്തോട്ടമാണ്. അപ്പോൾ ജാതിത്തോട്ടത്തിൽ ഇപ്പോൾ ജാതിക്ക ഉണ്ടാവുന്ന സീസണാണ്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ പുല്ല് പിടിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് വെട്ടണം കുറച്ച്. അപ്പോൾ നമുക്ക് പുല്ല് വെട്ടുന്ന ഒരു ബ്രഷ് കട്ടർ ഉണ്ട് നമുക്കിവിടെ വീട്ടിൽ. ഹായ് ഹലോ, എല്ലാവർക്കും റിൻഷു വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പറമ്പാണ്. പറമ്പിൽ നിറച്ചിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പുല്ലൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഇവിടെ കുറച്ച് പുല്ല് വെട്ടണം. അപ്പോൾ ഒന്ന് കുറച്ച് വെട്ടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്രോളില്ല, പുല്ല് വെട്ടുന്ന ബ്രഷിൽ പെട്രോൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഏരിയ ഈ കാണുന്ന കുറച്ച് ഏരിയയിൽ മാത്രം ഒരു 2-3 ജാതികളുടെ സൈഡ് മാത്രം നമ്മൾ വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ പോകണുള്ളൂ. പുല്ലിവിടെ കട്ട് ചെയ്താൽ എന്നാലാണ് നമുക്കിതിങ്ങനെ ജാതിക്ക് കിടക്കണല്ലേ, അതൊക്കെ പറിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കണ്ട ഇതിപ്പോൾ ഇന്നലെ വീണ ജാതിക്കകളാണ്. എല്ലാ ദിവസവും ഞങ്ങൾ ജാതിക്ക പറക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ പുല്ലായതുകൊണ്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ നമുക്ക് പുല്ല് വെട്ടാം, ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെയൊക്കെ കാട് പിടിച്ചു. ഇതാണ് നമ്മുടെ ബ്രഷ് കട്ടർ, കിസാൻ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രഷ് കട്ടർ വരുന്നത്. ഇതിലിപ്പോൾ ഞാനിപ്പോൾ വള്ളി കുറച്ചുണ്ട്, അപ്പോൾ വള്ളി ഇട്ടിട്ടില്ല. ഇപ്പം നമുക്ക് പെട്രോൾ ആണെങ്കിലും ഇതിൽ ഈ കാണുന്ന കുറച്ച് പെട്രോൾ മാത്രമേ ഇതിലേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്ത് ഇനി പുല്ല് വെട്ടണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തോളം കഴിഞ്ഞു. വേറെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊന്നും നിലവിലിപ്പോൾ ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുല്ല് വെട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ മുകളിലേക്ക് അയക്കിയാൽ ഓഫും, താഴത്തേക്കാണെങ്കിൽ ഓണാണ്. അപ്പോൾ നമ്മൾ ഓണിലേക്ക് കൊടുക്കുക. അതിനുശേഷം ഇതിനിവിടെ ഒരു ഇത് വരുന്നുണ്ട്, നമ്മുടെ പെട്രോൾ മുകളിലേക്ക് ആവാൻ വേണ്ടിയിട്ട്, പമ്പിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഓണാക്കിയതിന് ശേഷം ഇതിൻ്റെ ലിവർ പിടിച്ചിട്ട് വലിക്കണം. അപ്പോൾ സ്റ്റാർട്ടായില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ക് മുകളിലേക്ക് ആക്കിയതിന് ശേഷം ഇത് സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ നമ്മളിത് പുല്ല് വെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്കൊക്കെ ഇതടിക്കും, പുല്ലുപൊടി അടിക്കും. അത് നമ്മളൊരു ഗ്ലാസ്, സേഫ്റ്റി ഗ്ലാസോ ഗാർഡ് പോലെ എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി പുല്ല് വെട്ടുന്നതിലേക്ക് പോകാം. ഓക്കെ, ഇത്രയും ഭാഗത്തെ പുല്ലുകള് വെട്ടി ക്ലീനാക്കുന്ന കാണിച്ചത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ അറ്റത്തൊന്ന് തുടങ്ങണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ല് മുകളിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി അറ്റത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. പുല്ല് വെട്ടി കഴിഞ്ഞ് ഏരിയ പുല്ല് വെട്ടി കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്ത്. അപ്പൊ ഞാൻ എന്തായാലും മേത്തൊക്കെ പുല്ലായി. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ നിന്നിട്ട് കഴിഞ്ഞ കഴിഞ്ഞ്